കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ മനോഹരമായ പുനരുത്ഥാനത്തിൻ്റെ പ്രഭാതവേളയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവമായ കർത്താവ് പിന്നെയും ഒരു സാവകാശം കൂടെ നമ്മുടെ ജീവിതത്തിൽ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ മനോഹരമായ ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ഈ വിശുദ്ധ ആരാധനയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലൂടെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് വിടുതലും സന്തോഷവും സൗഖ്യവും ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാറ്റിലുപരിയായി നമ്മുടെ ആരാധനയിലൂടെ ദൈവനാമം മഹത്വപ്പെടേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി, ഈ മനോഹരമായ പ്രഭാതവേളയ്ക്കായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങളൊക്കെയും ആയിരുന്ന ഇടങ്ങളിൽ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ കൃപയും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ കാലുകൾ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ഞങ്ങളെ വഹിക്കേണ്ടതിന് ദൂതന്മാരോട് കൽപ്പിക്കുകയും അങ്ങയുടെ പുത്രൻ മുഖാന്തരം ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും സ്വർഗത്തിൽ നിന്ന് ദാനമായി തന്ന് ഞങ്ങളെ പോറ്റി പുലർത്തുകയും ചെയ്ത അങ്ങയുടെ വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളെപ്പോലെയുള്ള എത്രയോ പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് പ്രത്യേകാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയാലും മറ്റ് പല കാരണങ്ങളാലും മാറ്റപ്പെടുവാനിടയായി. എന്നാൽ ഞങ്ങളുടെ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് ഈ മനോഹരമായ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതവേളയിൽ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടുവാൻ അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം. അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായി, സ്തുതിക്ക് യോഗ്യനായി, ഞങ്ങളുടെ ദൈവമായി കർത്താവേ, ഈ ആരാധനാ മധ്യത്തിലേക്ക് ഇറങ്ങി വരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അനേക നാളുകളായി ഞങ്ങൾ ആരാധിച്ചു വന്നതുപോലെ ഒരുമിച്ച് കൂടി നിന്നെ ആരാധിപ്പാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴും ഞങ്ങൾക്ക് നിലനിൽക്കുന്നതെങ്കിലും അങ്ങേ ആരാധിപ്പാൻ ഞങ്ങൾ മുഴങ്കാലുകൾ മടക്കുന്നിടത്ത് അങ്ങയുടെ വാഗ്ദത്ത പ്രകാരം 2 or 3 പേർ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞവൻ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന്, ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് ഇതുവരെയും ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, ഈ ഓൺലൈൻ സർവീസിലൂടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുന്നതോർത്ത് സ്തോത്രം. സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം, സമാധാനം വേണ്ടവർക്ക് സമാധാനം, പ്രത്യേകാൽ വല്ലാത്ത അസ്ഥിരത നിറഞ്ഞ ഈ സാഹചര്യത്തിൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് സമയാസമയങ്ങളിൽ ഞങ്ങൾക്ക് ധൈര്യവും ഉറപ്പും ബലവും തന്ന് ഞങ്ങളെ നിർത്തിയ നിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലവും ദൈവമേ, ഈ ആരാധനയെ നിന്റെ കരത്തിലേക്ക് തരുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവിടെ പാടുന്ന പാട്ടുകൾ അങ്ങയുടെ നാമമഹത്വത്തിനും അങ്ങയുടെ വിശ്വസ്തതയെയും സ്നേഹത്തെയും കരുതലുകളെയും വർണ്ണിക്കുന്നതുമാകയാൽ സ്വർഗം അതിൽ സന്തോഷിച്ച് പിന്നെയും അതിലൂടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരാധന ലീഡ് ചെയ്യുവാൻ സഹോദരങ്ങൾക്ക് വേണ്ടുന്ന അഭിഷേകവും കൃപയും കർത്താവ് നൽകിയാട്ട് പ്രാർത്ഥിപ്പാനായ ജീവിതങ്ങളിൽ ഒരുക്കണം. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ വചനം ജീവനും ചൈതന്യവും തരുന്നതാകയാൽ കർത്താവേ, ഞങ്ങളുടെ ഉള്ളിലേക്ക് നിന്റെ വചനം കടന്നു വന്ന് അതതിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുമ്പോൾ കേൾക്കുന്നവരിൽ ചിലർ രോഗികളുണ്ടാകാം, ദുഃഖിതരുണ്ടാകാം, ക്ഷീണിതരുണ്ടാകാം, പല പ്രശ്നങ്ങളാൽ വ്യാകുലത അനുഭവിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യേണ്ടതിന് ഞങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെ അങ്ങ് തുറക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ നിന്റെ വചനം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അത് ആരാധനാ മധ്യത്തിൽ ഒരു തീയായി ആളി പടരട്ടെ കർത്താവേ. സ്വർഗത്തിൽ നിന്നിറങ്ങുന്ന ആത്മാവിൻ്റെ തീയായി അത് ഞങ്ങളുടെ മധ്യത്തിൽ ഞങ്ങളിൽ കത്തണമേ
എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ കർത്താവേ, ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി സ്തോത്രം. അങ്ങയുടെ വിടുതലിൻ്റെ കരം, അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഇന്നും അത് ശക്തിയോടെ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. നിന്റെ മകനെ സാക്ഷിപ്പാനായി അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി തരട്ടെ. തിരുനാമം ഞങ്ങളിലൂടെ മഹത്വം എടുക്കണം. ആരാധനയുടെ ആദ്യോടൊന്ന് തിരുമേനിയുടെ സാന്നിധ്യവും കൃപയും ഞങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ദയ തോന്നി ഞങ്ങളെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിക്കാം. നമ്മുടെ സഹോദരങ്ങൾ തുടർന്ന് ആത്മീയ ഗീതങ്ങൾ പാടി നമ്മെ ആത്മാവിൽ ആരാധിക്കുന്നതിനായി സഹായിക്കും. അവരോട് ചേർന്ന് നമുക്ക് പാടി കർത്താവിനെ ആരാധിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ കരങ്ങളടിച്ച് അതരങ്ങൾ തുറന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ആരാധന കാണുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഒരുപക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ഞാൻ അതിൽ സംബന്ധിച്ചു, കണ്ടു എന്ന് പറയാൻ പറ്റും. പക്ഷേ ആരാധനയുടെ വിടുതൽ അനുഭവിപ്പാൻ, ആരാധനയുടെ മുഴു സന്തോഷവും അനുഭവിപ്പാൻ നമുക്കും അവരോട് ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. നമ്മുടെ സഹോദരങ്ങളെ തുടർന്ന് ആരാധനയ്ക്കായി ക്ഷണിക്കുകയാണ്. Praise the Lord. This morning, if God takes control of your life, it is His responsibility to give you the trust. In this world, there might be many things, but trusting in the Lord is all that we can have. We might not have seen or we might not have heard a sheep going to a shepherd asking for food. But then a shepherd or a good shepherd knows the right time for the sheep to have the food, and it provides it accordingly. If that be the case, I would say the world has ever seen there is no other best shepherd than our Lord Jesus Christ. He has not only provided food for us, He has not only provided the needs for us, but He has shed the blood of His in the cross of Calvary for us. Amen. Hallelujah. How many of us trust? How many of us believe that trusting in Him we can gain the victory? Victory over the evil, victory over anything that comes against us. Because in Him only we can trust completely. The world might fade, the people might fade, but the love of God and the trust in Him will never fade. Amen. As we sing a new song, Yeshuvin Namam and Prananu Raksha, I would want each and every one of y'all to understand the wordings of it, to understand each and every stanzas of it, because God through this song wants to touch you, wants to speak to you in a very special way. Amen. Yeshuvin namam en pranenu
Amen. Hallelujah. The verse says, the stanza says over here, വാഴ്ത്തുക യേശുവിൻ നാമത്തെ നാം മറക്കുക വ്യാധിയിൻ പേരുകളെ. Amen. Hallelujah. No matter the Satan puts each and every wall as the wall of Jericho in front of us, but our Lord is there to beat through all the walls to get the victory. Amen. Hallelujah. We need to trust in Him. We need to trust more in Him and give ourselves completely to Him so that He can take the full control of our life. Hallelujah. Praise you, Lord. Hallelujah. As we continue singing one more song, church, I want each and every one of y'all, wherever you are, to lift your hands and sing this wholeheartedly along with us. Hallelujah. എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, എല്ലാ നാവും പാടി വാഴ്ത്തും ആരാധ്യനാം യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെങ്ങും വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെങ്ങും അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ, യോഗ്യൻ നീ, യോഗ്യൻ നീ, ദൈവ കുഞ്ഞാടേ. Hallelujah. യോഗ്യൻ, നിത്യമായി സ്നേഹിച്ചെന്നെ തിരുദിനത്താൽ വീണ്ടെടുത്തു. ഉയർത്തെങ്ങും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. ഉയർത്തെങ്ങും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ. യോഗ്യൻ നീ യേശുവേ, സ്തുതികൾക്കു യോഗ്യൻ നീ, യോഗ്യൻ നീ,
യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ Hallelujah, Lord. Oh, we praise you, Lord, this morning. Hallelujah. Oh, we love you, Lord, because you are only worthy of God. Hallelujah, Lord. You are only worthy of God. Hallelujah. For all our praises of God. Hallelujah. For all our worship of God. Hallelujah. You are only worthy of God. Hallelujah. We give glory and honor to your name, O Master. Hallelujah. We praise you, Lord. Hallelujah. Thank you, Lord, for the loving time which you have given to us, O God. Hallelujah. This morning, O God, through worship, O God. Hallelujah. Yet another opportunity which you have given to us, O God. Hallelujah. Yes, Lord. When Satan tries to attack us, O God. Hallelujah. When it puts in front of us different problems, O God. Hallelujah. As big as the walls of Jericho, O God. Hallelujah. It is you, with you only, O God. Hallelujah. We are able to crash it, O God. Hallelujah. We thank you for being with us every single moment of our life, O Lord. Hallelujah. We thank and worship you, O God. Hallelujah. Ahead of the service also be given to your loving hands. Let your name be glorified in everything, O God. Hallelujah. In your precious and holy name we pray. Amen. Amen. Hallelujah. ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ ആത്മാവിൽ ആരാധിപ്പാൻ നമ്മെ സഹായിച്ച പ്രിയ സഹോദരി സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ ദൈവസഭയ്ക്ക് ദൈവജനത്തിന് ഒരു അനുഗ്രഹമായി തീരുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നാം ഒരു സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. നമുക്ക് ഏവർക്കും പരിചിതനായ നമ്മുടെ സഭയുടെ തന്നെ ഒരു ഭാഗമായിരിക്കുന്ന പ്രിയ ബ്രദർ സോണി എബ്രഹാം താൻ നമ്മളോട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താൻ ദൈവത്തിങ്കിൽ നിന്ന് അനുഭവിച്ച ദൈവത്തിൻ്റെ വലിയ ഒരത്ഭുത പ്രവൃത്തി, വിടുതൽ നമ്മളോട് ചില മിനിറ്റുകളിൽ സാക്ഷ്യവാചകങ്ങളിലൂടെ പ്രസ്താവിക്കുന്നതായിരിക്കും. അത് കേൾക്കുന്ന നമുക്കേവർക്കും തീർച്ചയായും ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നതിന്, നമ്മുടെ ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി കുറഞ്ഞു പോയിട്ടില്ല. പകരം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും അവൻ്റെ ശക്തി വ്യാപരിക്കുന്നു എന്ന് നമ്മുടെ മധ്യത്തിലുള്ള ഒരു വ്യക്തിയിൽ വ്യാപരിച്ച ദൈവശക്തിയുടെ സാക്ഷ്യം കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തുടർന്ന് പ്രിയ സഹോദരനെ തൻ്റെ സാക്ഷ്യം പ്രസ്താവിപ്പാനായി ഞാൻ ക്ഷണിക്കുന്നു. Praise the Lord. I thank the Lord for once again enabling me to stand and be a living testimony for Him. Year 2020 has been a year of a lot of problems and troubles. The pandemic came, various intentions we had, various things we wanted to do, but everything has gone down the drain. 10 months, we do not know what is still ahead of us, but God has been good to us. Each day, He has been leading us faithfully and wonderfully. On September 13th, after our Sunday meetings, Zoom meetings and everything, I suddenly started developing cough, throat pain and fever. I took a paracetamol and I went to sleep. Next day early morning, I got up and I went to the hospital. The doctor said that as you have certain symptoms, we want to do a COVID test. So as I was not going out much, I thought just a test. So I told him to take it. And they said, okay, we have taken it. Now you go home. And in 3 hours, we will call you if you are positive. So angane test കൊടുത്തിട്ട് വീട്ടിൽ വന്നിട്ട് റൂമിൻ്റെ അകത്ത് കയറി
വൈഫിനോടും പറഞ്ഞു ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ വാച്ച് നോക്കുന്നു, 3 മണിക്കൂറാകാൻ, ഒരു സൈഡ് നോക്കുന്നു കോൾ വരുന്നുണ്ടോ ഇല്ലേന്ന്. ഈ 5-6 മാസം പോയത് എല്ലാ ദിവസവും വൈകിട്ട് ഇരുന്ന് നോക്കുക, കോവിഡ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, വാക്സിൻ വരുന്നുണ്ടോ, ഇതെല്ലാം മനസ്സിൽ. ബട്ട് നമ്മുടെ വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ്? 3 hours got almost over. There was no call, so I thought, okay, it's going to be negative. But suddenly, then the call comes and says that you are positive. Then they start calling me from the state government hospitals, telling that you'll have to shift. I said, no, I will do a home quarantine. And I went into my bedroom and I locked myself in. വൈഫും പിള്ളേരും വെളിയിലായി. രണ്ടാമത്തെ ദിവസം വൈഫും പിള്ളേരുടെയും ടെസ്റ്റായി. വൈഫ് പോസിറ്റീവായി. അന്നേരം ഡോക്ടേഴ്സ് പറഞ്ഞു അത് നടക്കത്തില്ല, നിങ്ങൾക്ക് വീട് മാറേണ്ടി വരും. എൻ്റെ അഡ്ജസ്റ്റ് വീട്ടിൽ ഒരു പയ്യനുണ്ടായിരുന്നു, അവന് പോസിറ്റീവ് ആയിരുന്നു. സോ myself and my wife, we shifted there and the children started staying alone in my house. Food, everything became problem, but still God was managing to opening ways for us and everything was happening. ഇങ്ങനെ 14th ഞാൻ പോസിറ്റീവായി. ഒരു 22nd വരെ എല്ലാ ദിവസവും പാരാസെറ്റമോൾ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഫീവർ കുറയുന്നില്ലായിരുന്നു. 22nd നൈറ്റ് ആയപ്പോഴത്തേക്ക് ഐ സ്റ്റാർട്ടഡ് ഡെവലപ്പിംഗ് വെരി സീരിയസ് കോഫ്. കിടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അങ്ങനത്തെ സിറ്റുവേഷൻ ആയപ്പോൾ ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരെ FLTCയിലോട്ട് മാറാൻ പറഞ്ഞു. ബട്ട് അവിടെ എനിക്കറിയായിരുന്നു ഒരു ഡോക്ടറും ഇല്ല, നഴ്സും ഇല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വിളിച്ചു. അവർ ടെലിമെഡിസിൻ വഴി അവർ ചോദിച്ചു. അന്നേരം പറഞ്ഞു അടുത്ത ദിവസം രാവിലെ തന്നെ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. സോ അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാൻ വണ്ടി റെഡിയാക്കി എന്നെ ഹോസ്പിറ്റലിലായി പോയി. അവർ ഒരു സ്പെഷ്യൽ വേയിൽ എന്നെ റൂമിൻ്റെ അകത്തോട്ടാക്കി. റൂമിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് they lock you up in a room. There's only the nurse which keeps coming once in a while. അവർ നോക്കിയപ്പം കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കുക ബോഡി. അവരെ ബ്ലഡ് എടുത്തു, ടെസ്റ്റ് ചെയ്തു, ECG എടുത്തു, എക്സ്റേ എടുത്തു. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴത്തേക്ക് ഡോക്ടർ കോൾ മീ ആൻഡ് സെഡ്, സോനി, the situation doesn't look so bad, but your infection level is pretty high. 14th ഞാൻ പോസിറ്റീവ് ആയത്. സോ 24th ആസ് പെർ ദ റൂൾ ആന്റിജൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. സോ he said I cannot do it on 24th. Let us start giving you medicines. And he started giving me medicines, and the medicines at one time I was taking 18 tablets at a time. അങ്ങനെ പോയി 24 കഴിഞ്ഞു. 24th ഈവനിങ് ആയപ്പോഴത്തേക്ക് my cough started increasing. And the doctor was just walking out of the room, and that time he heard my cough. And he started giving me new medicines. That night I slept well. 25th morning he came back and he said, I'm going to do a retest of everything. He did a retest and he said that the parameters have not changed. And he said that as per rule, we have to do the test again tomorrow morning. So, but there is a 60% chance of you turning positive. So I did not say anything because those are the rules they have to follow. ആ ദിവസം again they gave me medicines. രാത്രി ഒരു 9:30 ആയപ്പം നഴ്സ് വന്നു. അടുത്ത IV ആന്റിബയോട്ടിക് തരാൻ വേണ്ടി വന്നു. തന്നപ്പോഴത്തേക്ക് വെളിയിലെല്ലാം അലാം കയറി, നഴ്സ് ഓടിപ്പോയി. അരമണിക്കൂർ കഴിഞ്ഞിട്ട് she came back. When she came back, she is like worried. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? They had to shift a patient who had just been admitted that day to the ICU. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ കാറ്റ് പോയി. രാത്രിയായി, ഒന്നും ഉറങ്ങിയില്ല, ചുമ്മാതിങ്ങനെ മേളിലോട്ട് കയറി നോക്കി ഇരുന്നു. 5 മണിയായപ്പം രാവിലെ ഇപ്പം നേഴ്സ് വരും പാരാമീറ്റേഴ്സ് നോക്കാൻ. അങ്ങനെ ഇരുന്നപ്പം ആരുമില്ല. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ റൂമിൻ്റെ അകത്ത് ഇരിക്കുക. only contact is through a mobile. എല്ലാവരോടും you cannot tell everything. I started crying out to the Lord because I knew that time there was no one else there to even to listen to my prayers. And as I opened my Bible that time, I got Isaiah 65 verse 23 and 24, which reads, they will not toil in vain or bear children doomed to misfortune, for they will be a people blessed by the Lord, they and their descendants with them. Before they call, I will answer. While they are still speaking, I will hear. And I knew the promise of God has come to me. 6 o'clock, the nurse walks in. She checks my parameters. They are the most normal parameters.
And she says, okay, have your breakfast. At 8:30, we will be doing the antigen test. Doctor calls in between once again and asks me, Soni, test edukano. But I had the promise. ഞാൻ അതിൻ്റെ വർക്കിംഗ് കണ്ടതാ രാവിലെ. So I said, no, we are going for the test. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, നഴ്സുമാർ വന്നു, സ്വാബ് എടുത്തു, സൊല്യൂഷൻ ഇട്ട് ടെസ്റ്റിൽ ഇട്ടു. ആദ്യത്തെ ഒരു ലൈൻ വന്നിട്ട് സെക്കൻഡ് ലൈൻ വരുന്നില്ല. 5 മിനിറ്റ് ആയി. അവർ പോയി. They were walked out and they said they'll come back in about half an hour. I took my bags and I packed it up because I was sure my God had heard my prayer. There were 9 people tested that day. Many did not have symptoms. I was sure that I was the only one having all the symptoms that time. But I was the only one who turned negative that day. Because the promise of God that He had given me at 5 o'clock that day morning was much more powerful than any coronavirus. He says, I will answer before they call. He knew my need. He knew what I wanted that time. And He was there at that moment to answer it and give me what I wanted. His hands have still not become short. His hands have still not become weak. If He could do it in my life, I am sure He will do it for each one of us. When I came back home, my wife had also tested negative, but my daughter turned positive. But eventually today she is also negative. Everything has come back to normal. God was good. 10 months are over. We do not know from where manna was falling, but at the right time, at the proper time, the proper quantity God was providing for each one of us. I know He is faithful, and no matter what happens, He will always be faithful in our lives. His promises that He's given to us can never fail. There are times when we wonder whether this happen even at this time. Let us not look at the figures. Let us not look at what is around us, but let us look at His promise that He has given to us. During this pandemic, has our faith increased or has it gone down? I think there was a time when it went down, but God wanted to show that He is still the same powerful God. Please do pray for us and our family, uphold us and enable us to be a more living testimony for the kingdom of God. Praise the Lord. നാം കേട്ട അത്ഭുതകരമായ ദൈവീക വിടുതലിൻ്റെ സാക്ഷ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ സഹോദരനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവിൻ്റെ വേലയിൽ ദൈവം തനിക്ക് നൽകിയിട്ടുള്ള കൃപയ്ക്കൊത്തവണ്ണം പ്രവർത്തിക്കുകയും പ്രയോജനപ്പെടുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ സഹോദരനാണ് പ്രിയ സോണി ബ്രദർ. തന്നെയും തൻ്റെ കുടുംബത്തെയും ദൈവം തുടർന്നും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ പലവിധങ്ങളായ പ്രതികൂല അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു സഹോദരനാണ് പ്രിയ സോണി ബ്രദർ. എന്നാൽ തന്നിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കൽ പോലും ദൈവത്തെ സംശയിക്കുകയോ ദൈവത്തോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിക്കുകയോ ചെയ്യുന്ന ഒരു വാചകം പോലും തന്നിൽ നിന്ന് കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. താൻ വിശ്വസിക്കുന്ന ദൈവത്തിന് താൻ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും തന്നെ സഹായിപ്പാൻ കഴിയുമെന്നുള്ള ഉറച്ച വിശ്വാസം അന്നും ഇന്നും തനിക്കുണ്ട്. അങ്ങനെ കർത്താവിൽ അടിയുറച്ച ശക്തമായൊരു വിശ്വാസത്തിൻ്റെ ഉടമയാണ് പ്രിയ സോണി ബ്രദർ എന്നുള്ളതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തന്നെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തൻ്റെ ജീവിതവും ദൈവം തന്നെ വിടുവിച്ച ഈ അനുഭവം അനേകർക്ക് ആശ്വാസവും ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് പിന്നെയും കാരണമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവവചനത്തിൽ നിന്ന്
നമുക്ക് ധ്യാനിപ്പാനായി നമ്മുടെ ശ്രദ്ധയെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4 തുടങ്ങി താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. Ephesians chapter 2 verses 4 to 10. Ephesians chapter 2 verses 4 through 10. ഞാൻ ആദ്യമേ ആ വാക്യങ്ങൾ വായിക്കട്ടെ. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. ലേഖനങ്ങളുടെ റാണി എന്നാണ് എഫേസ്യ ലേഖനത്തെക്കുറിച്ച് വേദ പഠിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നത്. അത്രയും മനോഹരമായ, സൗന്ദര്യമുള്ള, സ്ഥാനമുള്ള, ആഠിത്യമുള്ള ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. മറ്റ് ലേഖനങ്ങൾക്കൊന്നും അതില്ല എന്നല്ല. എന്നാൽ ഈ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ, അതിലടങ്ങിയിരിക്കുന്ന ദൈവശാസ്ത്രം, അതിലടങ്ങിയിരിക്കുന്ന മറ്റ് വിഷയങ്ങൾ, ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന വിഷയങ്ങൾ എത്രയും ആത്മീയ സമ്പന്നമായതാണ് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അതിനെ വേദപഠിതാക്കൾ ലേഖനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുവാൻ കാരണമാകുന്നത്. അതെന്തുമാകട്ടെ, ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് 3 types of God's work. 3 types of God's work. 3 തരത്തിലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കുറിച്ചാണ്. ഈ കാര്യം ഞാൻ പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ എന്നാരും തെറ്റിദ്ധരിക്കരുത്. ഈ പ്രത്യേക വേദഭാഗങ്ങളിൽ നിന്നുകൊണ്ട്, വാക്യങ്ങളിൽ നിന്നുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന 3 തരത്തിലുള്ള ദൈവപ്രവർത്തികളെ കുറിച്ചാണ്. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഒരു മേഖലയിൽ തന്നെ ഒതുക്കുവാൻ നമുക്കാർക്കും ആവില്ല. ദൈവം പ്രവർത്തിക്കുന്ന മേഖലകൾ എവിടെയാണ്, എങ്ങനെയാണ് എന്നും നമുക്ക് ലിമിറ്റ് ചെയ്യുവാനാവില്ല. അത് ദൈവത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ്. അവൻ പ്രവർത്തിക്കാത്ത ഒരു മേഖലകളുമില്ല. എല്ലാ മേഖലകളിലും ദൈവം പ്രവർത്തിക്കുന്നവനാണ്. ദൈവം അന്നും ഇന്നും എന്നും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഈ വാക്യങ്ങളിൽ നാം കാണുന്ന ദൈവത്തിൻ്റെ 3 പ്രവൃത്തികൾ, അത് നമ്മുടെ തന്നെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാനത് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുവാൻ ആഗ്രഹിച്ചത്. അപ്പം ഒന്നാമത്തെ ഇത് നാം പ്രവൃത്തി കാണുന്നത് ഗോഡ്സ് വർക്ക് ഫോർ അസ്. നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. 2-ാം അധ്യായത്തിൻ്റെ 4 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഗോഡ്സ് വർക്ക് ഫോർ അസ്, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. അതിനകത്ത് 3 നിലയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 3 നിലയിലുള്ള കാര്യങ്ങൾ. ഒന്ന്, ഹീ ലവ്ഡ് അസ്.
ഹി ലവ്ഡ് us. 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം. ഹല്ലേലൂയ. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അപ്പോസ്തലനായ യോഹന്നാൻ, സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്ന യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാണ്. അപ്പം ഈ സ്നേഹവാനായ ദൈവം അവിടെ പറയുകയാണ്, പൗലോസ് ഓർപ്പിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ സ്നേഹത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദപ്രയോഗം കണ്ടോ? ആ സ്നേഹത്തിൻ്റെ തൊട്ട് അതിനോട് ചേർന്ന് മഹാസ്നേഹം, ഗ്രേറ്റ് ലവ്. ലേഖനത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസിൻ്റെയോ അല്ലെങ്കിൽ യോഹന്നാൻ്റെയോ ഒക്കെ ലേഖനത്തിൽ ചില ഭാഗങ്ങളിൽ ദൈവസ്നേഹത്തെ വിശേഷിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ചില പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ വേണ്ടി എഴുത്തുകാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ് മഹാസ്നേഹം, മഹാരക്ഷ. ഇതൊക്കെ ദൈവത്തിങ്കൽ നിന്ന് വരുന്നതായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന ആ പദം അത് തീർത്തും അതിനനുയോജ്യമായത് തന്നെയാണ്. മനുഷ്യന്റെ സ്നേഹത്തെ മഹാസ്നേഹമെന്ന് വിശേഷിപ്പിക്കാനാവുമോ? ഒരുപക്ഷെ ചിലർ ആകാമെന്ന് പറയാം. പക്ഷേ യഥാർത്ഥ മനുഷ്യന്റെ സ്നേഹം മനസ്സിലാക്കിയൊരുത്തൻ ഒരുപക്ഷെ മനുഷ്യ സ്നേഹത്തെ മഹാസ്നേഹമെന്ന് വിശേഷിപ്പിക്കുന്നതിന് മുമ്പ് 2 പ്രാവശ്യം ചിന്തിക്കും. കാരണം മനുഷ്യൻ സ്നേഹിക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്, പരിധികളുണ്ട്. മനുഷ്യൻ സ്നേഹിക്കുന്നതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ആശ്ചര്യഭരിതനായി ആ സ്നേഹത്തെ മഹാസ്നേഹമെന്ന് വിശേഷിപ്പിക്കാൻ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തയ്യാറാകുന്നത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ പറയുന്നു, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. കാരണം താൻ തന്നിലേക്ക് തന്നെ നോക്കുകയാണ്. ദൈവസ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് ഇതനുഭവിക്കാൻ താൻ യോഗ്യനായിരുന്നോ എന്ന് താന് വണ്ടറടിക്കുക. കാരണം തൻ്റെ പ്രവൃത്തികൾ ഈ സ്നേഹത്തിന് ഒരിക്കലും പാത്രീഭൂതനാകാൻ യോഗ്യതയില്ലാത്തതായിരുന്നു. പൗലോസിനെ കുറിച്ച് നമുക്കറിയാമല്ലോ. അവൻ ദൈവസഭയെ ഉപദ്രവിച്ച് യേശുവിൻ്റെ ശിഷ്യന്മാരെ കൊന്നുമുടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവനാ. ആ വ്യക്തിത്വത്തെയാണ് ദൈവം സ്നേഹിച്ച് ഇന്ന് യേശുവിൻ്റെ അനുഗാമിയായി അപ്പോസ്തലനാക്കി തീർത്തിരിക്കുന്നത്. ഇതോർക്കുമ്പോൾ ആ ദൈവസ്നേഹത്തെ താൻ വിശേഷിപ്പിക്കുകയാണ് മഹാസ്നേഹമെന്ന്. ഇന്ന് പകൽക്കാലം ഈ ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും എത്രയാണെന്ന് നമ്മിലേക്ക് തന്നെ നോക്കി പ്രിയമുള്ളവരെ അതൊന്ന് നാം കാണുമ്പോൾ നാം ആശ്ചര്യത്തോടെ വിളിച്ചു പറയും, ദൈവത്തിൻ്റെ മഹാസ്നേഹം, എന്നെ സ്നേഹിച്ച മഹാസ്നേഹം. ഈ ദൈവസ്നേഹത്തെ ദൈവം പ്രകടിപ്പിച്ചത് കാൽവറിയിലാണ്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യവും യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യവും ഒക്കെ വായിക്കുമ്പോൾ ദൈവസ്നേഹത്തിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ സാധിക്കും. നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. കാൽവറിയിലേക്ക് നോക്കിയേ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം തൻ്റെ പുത്രനെ തന്ന് നമ്മെ സ്നേഹിച്ചത്. അപ്പോൾ ഒന്നാമത്തേത്,
നമ്മിൽ ഉള്ള ദൈവപ്രവൃത്തിയുടെ ഒന്നാമത്തെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതല്ലേ ഇന്ന് നമ്മെ നിലനിർത്തുന്ന ആ ഘടകം. രണ്ടാമത് നാം കാണുന്നത് ഹി ക്വിക്കൻഡ് us, അവൻ നമ്മെ ജീവിപ്പിച്ചു. 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും even when we were dead in our transgressions made us alive together with Christ. അപ്പം അവിടെ വായിക്കുന്നു he made us alive, അവൻ നമ്മളെ ജീവനുള്ളവരാക്കി തീർത്തു, അവൻ നമ്മെ ജീവിപ്പിച്ചു. നാം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു. ഒരുപക്ഷെ ശാരീരിക മരണത്തെക്കാൾ എത്രയോ ഭയാനകവും ഭീതിജനകവുമായ ഒന്നാണ് അതിക്രമങ്ങളാലുള്ള മരണമെന്ന് പറയുന്നത്. കാരണം അതിക്രമങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച ഒരു വ്യക്തി അവൻ ശാരീരികമായി മരിക്കേണ്ടി വന്നാലും മരിച്ചാൽ അവന് ഒരു ജീവൻ പിന്നെയുണ്ട്, ജീവിതം പിന്നെയുണ്ട്. അവൻ നിത്യജീവന്റെ പ്രത്യാശയുള്ളവനായിട്ടാണ് മരിച്ചത്. എന്നാൽ അതിക്രമങ്ങളാൽ മരിച്ച അവസ്ഥയിൽ ഇന്നും ജീവിക്കുന്ന അവസ്ഥ എത്രയോ ഭയാനകമാണ്. ദൈവത്തിൻ്റെ മുൻപാകെ അങ്ങനെയുള്ള ജീവിതത്തെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് മരിച്ച ജീവിതമെന്നാണ്. അതിക്രമങ്ങളാൽ മരിച്ചുപോയ ജീവിതം. അങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതം. അങ്ങനെ മരിച്ചുപോയ അവസ്ഥയിൽ നിന്ന് കർത്താവ് നമ്മെ എന്ത് ചെയ്തു? ജീവിപ്പിച്ചു. ഹല്ലേലൂയ. ഹി മെയ്ഡ് us alive. അതിനൊരു ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം നമുക്കറിയാം. അത് ലാസറിന്റെ, മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിലെ വലിയൊരു അത്ഭുതം രേഖപ്പെടുത്തിയിരിക്കുന്ന അധ്യായമാണ്. യേശുവിൻ്റെ സ്നേഹിതനായിരുന്ന ലാസർ രോഗിയായി അവൻ മരിച്ചു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞ് യേശു ആ ഭവനത്തിലേക്ക് വന്ന് ലാസറിനെ ഉയർപ്പിക്കുന്നു. അതിൻ്റെ നന്ദി സൂചകമായി അവരുടെ സന്തോഷത്തിൻ്റെ ആധിക്യത്താൽ എന്ന് ഞാൻ പറയട്ടെ, അവർ വലിയൊരു സദ്യ ഒരുക്കി. യേശുവിനും ശിഷ്യന്മാർക്കും മാത്രമല്ല, വരുന്നവർക്കൊക്കെ. ഇറ്റ് വാസ് ആൻ ഓപ്പൺ ഇൻവിറ്റേഷൻ. എനിബഡി ക്യാൻ ജോയിൻ ഫോർ ദാറ്റ് ഫീസ്റ്റ്. കാർഡ് കൊടുത്തുള്ള ഇൻവിറ്റേഷൻ ആയിരുന്നില്ല. ആർക്കും. ഞാൻ വിചാരിക്കുന്നു വലിയൊരു ജനക്കൂട്ടം അവിടെ കൂടി. എന്നാൽ പ്രത്യേകാൽ എഴുത്തുകാരൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം വളരെ ചിന്തനീയമാണ്. ലാസറും യേശുവിനോടുകൂടെ പന്തിയിൽ ഇരുന്നിരുന്നു. ലാസറിൻ്റെ കുടുംബമാണ് ഹോസ്റ്റായിട്ടുള്ളത്. അവരാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ രീതി അനുസരിച്ച് ഹോസ്റ്റ് അവിടെ കയറിയിരിക്കേണ്ട കാര്യമില്ല. അവൻ ദൈവജനാഥ പ്രത്യേകം രേഖ എഴുതിയിരിക്കുമ്പോൾ അതിനെന്താ ഉദ്ദേശമുണ്ട്? അവിടെ എഴുതിയിരിക്കുന്നു, എല്ലാവരുടെയും കണ്ണ് ലാസറിന്റെ മേലായിരുന്നു. കാരണം മരിച്ച് 4 ദിവസം കഴിഞ്ഞ് നാറ്റം വെച്ച ശരീരമുള്ളവനായിരുന്നു. യേശു ഒന്ന് വിളിച്ചപ്പോഴത്തേന് അവൻ പുറത്തു വന്നു, ജീവൻ വന്നു പ്രാപിച്ച്. അവനെ കാണാൻ മറ്റെല്ലായിടങ്ങളിലും എല്ലാവരുടെയും കണ്ണ് യേശുവിൻ്റെ മേൽ പതിഞ്ഞു എന്ന് വായിക്കുമ്പോൾ, ഇവിടെ വായിക്കുന്നത് എല്ലാവരുടെയും കണ്ണ് ലാസറിൻ്റെ മേലായിരുന്നു. അതും ലാസർ യേശുവിനോടുകൂടെ പന്തിയിലിരിക്കുക എന്ന് പറഞ്ഞതുപോലെ, പാപത്താൽ മരിച്ച് നാറ്റം വെച്ച് അടുത്തൂടെ പോകുമ്പോൾ മൂക്കുപൊത്തി, അല്ല കർത്താവേ 4 നാളായി തുറക്കരുതേ,
അബദ്ധം കാണിക്കരുതേ എന്ന് പറയുമാറ് വല്ലാത്ത അവസ്ഥയിൽ കിടന്ന നമ്മുടെ മേൽ കരുണ കാണിച്ച ദൈവം നമ്മെ മടക്കി വരുത്തി. നാറ്റം വമിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. മനുഷ്യരെ നമ്മിൽ നിന്ന് അകറ്റിയ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി. നമ്മെ ജീവിപ്പിച്ച് ഇന്ന് നമ്മെ ഇരുത്തിയിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? യേശുവിനോട് കൂടെ. നാം ഇരിപ്പാൻ ഒരു യോഗ്യതയുമില്ലാത്തവരുടെ ഗണത്തിൽ അവൻ നമ്മെ ഇരുത്തിയിരിക്കുകയാണ്. ഓ ഹി മെയ്ഡ് us alive. അവൻ നമ്മെ ജീവനുള്ളവരാക്കി തീർത്തു. അതാണ് ദൈവശക്തിയുടെ, ദൈവപ്രവൃത്തിയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന്, ഗോഡ്സ് വർക്ക് ഫോർ us. അതിൽ ഹി ലവ്ഡ് us, ഹി ക്വിക്കൻഡ് us. ആമേൻ, സ്തോത്രം. അതിൽ ഹി മെയ്ഡ് us alive, അവൻ നമ്മെ ജീവനുള്ളവരാക്കി തീർത്തു എന്ന് മാത്രമല്ല, ഹി എക്സോൾട്ടഡ് us. അവൻ നമ്മെ എന്ത് ചെയ്തു? ഉയർത്തി. അതിൻ്റെ 6-7 വാക്യങ്ങളിൽ വായിക്കുന്നു, ക്രിസ്തേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്തന ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം അതിനൊരു വലിയ തെളിവാണ്. ലാസറിനെ ഉയർപ്പിച്ച് യേശു എന്ത് ചെയ്തു? അവനോട് കൂടെ ഇരുത്തി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എനിക്കും നിങ്ങൾക്കും ഒരു മാന്യത ലഭിക്കത്തക്കവണ്ണം നമ്മുടെ നാറ്റം വമിച്ച അവസ്ഥയിൽ നിന്ന് നമ്മെ മാറ്റി മറ്റെല്ലാവരുടെയും കണ്ണുകൾ നമ്മുടെ മേൽ പതിയത്തക്കവണ്ണം ദേശത്തു നമ്മെ മാനിച്ച, ദേശത്തു നമ്മെ ഉയർത്തിയ, മാന്യന്മാരോട് കൂടെ നമുക്ക് പങ്കു തന്ന ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം എന്നിലെത്ര വലുതാണെന്ന് ഓർത്ത് ദൈവത്തെ ഇരിക്കുന്ന ഇടത്ത് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാൻ ദൈവത്തിൻ്റെ പൈതലേ നിനക്ക് കഴിയുമോ? ഹല്ലേലൂയ. അവൻ നമ്മെ ഉയർത്തി. അവൻ നമ്മെ എവിടെ ഇരിക്കുക? സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ഇന്ന് നാം ഇവിടെ ഭൂമിയിലായിരിക്കുന്ന, ഒരുപക്ഷെ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ സോഫയിലോ കസേരയിലോ ഇരിക്കുന്നത്. എന്നാൽ ആത്മീയ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നീ ഇരിക്കുന്നത് സ്വർഗത്തിലാണെന്ന് ഓർത്തോണം. സ്വർഗത്തിൽ, ദൈവത്തിൻ്റെ വലതുഭാഗത്ത്, സ്വർഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദവിയിൽ ദൈവം എന്നെയും നിങ്ങളെയും ഇരുത്തിയില്ലേ? അതിന് സമാനമായ ഒരു വലിയ അവസ്ഥ തന്ന്, ആ പ്രത്യാശ തന്ന് നമ്മെ, ആമേ സ്തോത്രം, നമ്മിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ പ്രവൃത്തി എത്ര വലുതാണ്. ഹല്ലേലൂയ. അപ്പോൾ ഗോഡ്സ് വർക്ക് ഫോർ us, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി. രണ്ടാമത് നാം കാണുന്ന ദൈവപ്രവൃത്തി, രണ്ടാമത്തെ ദൈവപ്രവൃത്തി, ഗോഡ്സ് വർക്ക് ഇൻ us. ഗോഡ്സ് വർക്ക് ഫോർ us ആൻഡ് സെക്കൻഡ്ലി വി സി ഗോഡ്സ് വർക്ക് ഇൻ us. എന്താണത്? ഹി മെയ്ഡ് us ന്യൂ ക്രിയേഷൻ. അവൻ നമ്മെ പുതിയ സൃഷ്ടി ആക്കി തീർത്തു. പക്ഷേ അതോടുകൂടെ ദൈവത്തിൻ്റെ നമ്മിലുള്ള പ്രവൃത്തി നിന്നില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി അനുസ്യൂതം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ ഇന്നും നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഒരിക്കലായി എന്തെങ്കിലും ചെയ്തിട്ട് ഉപേക്ഷിച്ച് കളയുന്നവനല്ല ദൈവം. നമ്മിൽ പ്രവർത്തിച്ച്, നമുക്ക് വേണ്ടി പ്രവർത്തിച്ച്, നമ്മെ സ്നേഹിച്ച്, അതിക്രമങ്ങളിൽ മരിച്ചവരായ നമ്മെ ജീവിപ്പിച്ച്, നമ്മെ ഉയർത്തി ഉന്നതമായ സ്ഥാനം തന്ന ദൈവം, ഇനി നിന്റെ കാര്യം സേഫായല്ലോ എന്ന് പറഞ്ഞ് ദൈവം നമ്മെ ജീവിക്കാൻ അനുവദിക്കുകയല്ല ചെയ്യുന്നത്. പകരം അവൻ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൻ നമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നത്? മുഖ്യമായും 2 ടൂൾസാണ് ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. 2 ഉപകരണങ്ങൾ. ഒന്ന്,
ദൈവത്തിൻ്റെ വചനം. നമ്മിൽ ദൈവം പ്രവർത്തിക്കാൻ തൻ്റെ വചനം ദൈവം ഉപയോഗിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണോ ദൈവം നമ്മിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിനു വേണ്ടി നമ്മെ ഒരുക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മോട് ദൈവം സംസാരിക്കുന്നു. ദൈവദാസന്മാരിലൂടെ. ഇന്നൊക്കെ അതിന് അനേക മാധ്യമങ്ങളായിപ്പോയി. വചനം കേൾക്കുമ്പോൾ മാനസാന്തരപ്പെടുന്ന, വചനം കേൾക്കുമ്പോൾ അത് ഏറ്റെടുക്കുന്ന, വചനം കേൾക്കുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന, വചനം കേൾക്കുമ്പോൾ അതിനെ സ്വീകരിക്കുന്ന ജീവിതങ്ങളിൽ ഇന്നും ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തെ നിങ്ങൾ ഏറ്റെടുത്താൽ, വിശ്വസിച്ചാൽ, അംഗീകരിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിലും നിങ്ങളിലും ഇരിക്കുന്ന ഇടത്ത് വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അത് സൗഖ്യമായിത്തീരും, അത് വിടുതലായിത്തീരും, സന്തോഷവും സമാധാനവുമായി തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവപ്രവൃത്തിയുടെ 2 ടൂൾസിൽ ഒന്ന് ദൈവവചനമാകുമ്പോൾ രണ്ടാമത്തേത് സഫറിങ്. നമ്മുടെ ജീവിതത്തിൽ തരുന്ന ചില സഫറിങ്ങുകൾ ദൈവത്തിന് നമ്മിൽ ചെയ്യുവാനുള്ള പ്രവൃത്തിയുടെ ഒരു ഉപകരണമാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിയുമ്പോൾ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു കഴിയുമ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകരുത്. അങ്ങനെയുള്ള ഒരു നിലവാരത്തിലേക്കാണ് ഞാൻ ഇന്ന് വന്നെത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ള ഒരു മൗഢ്യമായ വിശ്വാസം. എന്നാൽ നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം കർത്താവിനെ അറിഞ്ഞു, കർത്താവിൻ്റെ മകനായി മകളായി തീർന്നു എന്നുള്ളത് ശരിയാണ്. നാം വിശ്വസിക്കുന്ന കർത്താവ് എല്ലാറ്റിനും അധികാരമുള്ളവനാണ്, അവൻ ഏത് അത്ഭുതവും ചെയ്യാൻ കഴിവുള്ളവനാണ് എന്നൊക്കെ ഇരിക്കുമ്പോൾ തന്നെ, പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ മറ്റേതൊരു കാര്യങ്ങൾക്കും ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തി അധീനനാകുന്നത് പോലെ തന്നെ ഞാനും നിങ്ങളും അധീനരാകാം. നമ്മെയും കൊറോണ പിടിപെടാം, നമ്മെയും ക്യാൻസറോ മറ്റു മാരകമായ രോഗങ്ങളോ പിടിപെടാം. ഹല്ലേലൂയ. ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതമല്ലല്ലോ ദൈവവചനം നമുക്ക് ഓഫർ ചെയ്യുന്നത്, യേശു നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ. അതിലൂടെ ദൈവത്തിന് നമ്മെ ചിലത് പഠിപ്പിക്കാനുണ്ട്. അതാണ് നാം പ്രത്യേകാൽ അത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവവചനം നമ്മോട് സംസാരിക്കുമ്പോൾ, ഇങ്ങനെയുള്ള സഫറിങ്ങിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ വരുമ്പോൾ ദൈവം നമ്മിൽ ചില പ്രവൃത്തികൾ ചെയ്യുകയാണ്. എന്നാൽ എത്ര സങ്കടകരമാണ്, ദൈവത്തിൻ്റെ വചനം കേട്ടിട്ടും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അനുവദിക്കാതെ അതിനോടൊക്കെയും എതിർത്ത് നിൽക്കുന്ന അനുഭവം. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതവേളയിൽ നിങ്ങളുടെ ഹൃദയത്തെ തുറന്ന് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഒരവസരം കൊടുക്കുവാൻ ഞാൻ ഓർപ്പിക്കുകയാണ്. മൂന്നാമതായി നാം കാണുന്ന ദൈവപ്രവൃത്തി, ഗോഡ്സ് വർക്ക് ത്രൂ അസ്. ഗോഡ്സ് വർക്ക് ഫോർ അസ്. സെക്കൻഡ്ലി, ഗോഡ്സ് വർക്ക് ഇൻ അസ്. ആൻഡ് തേർഡ്ലി, ഗോഡ്സ് വർക്ക് ഫോർ അസ്. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, അതിൻ്റെ 2-ാം ഭാഗം നാം ഇങ്ങനെ വായിക്കുന്നു: നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നമുക്കറിയാം, നാം ആരും നമ്മുടെ പ്രവൃത്തികളാൽ അല്ല രക്ഷിക്കപ്പെട്ടത്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നല്ല പ്രവൃത്തികൾ ചെയ്യരുത് എന്ന് പറയുന്നില്ല. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടി നല്ല പ്രവൃത്തികൾ ചെയ്യാനാണ്. അതുകൊണ്ടല്ലേ അവിടെ പറയുന്നത് നാം ചെയ്തു പോരേണ്ടതിന്.
അതിൻ്റെ 10-ാമത്തെ വാക്യം ആദ്യം തുടങ്ങി, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. കണ്ടോ, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ though we are not saved by our good works, we are served for good works. നല്ല പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു തമ്പുരാൻ തന്നെ പറയുന്നത് എന്താണ്? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ സ്തോത്രം അതിൻ്റെ 6-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണല്ലോ. സ്തോത്രം, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ ലോകം മഹത്വപ്പെടുത്തുവാനിടയായി തീരും. അങ്ങനെ അവരും ഈ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി തീരും. പ്രിയമുള്ളവരെ, ഈ പ്രത്യേക കാലഘട്ടത്തിൽ, ഈ പാൻഡമിക്കിന്റെ പീരീഡിൽ എത്രയോ ദൈവമക്കൾ അവരുടെ കഴിവിനപ്പുറമായി കഷ്ടത അനുഭവിക്കുന്നവരെ, പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ സഹായിക്കും. അതൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ പിന്നെയും സ്തുതിക്കുകയാണ്. ദൈവസഭ അതിൻ്റെ നല്ല പ്രവൃത്തികൾ തുടരണം. ഒരുപക്ഷെ ഇവിടുത്തെ നിയമങ്ങളും നിയമ സംവിധാനങ്ങളും ഒക്കെ അവയെ പലതും നിർത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. പുതിയ FCRA റൂളൊക്കെ പുറത്തു വന്നിരിക്കുകയാണ്, അമെൻമെന്റ്സ് ഒക്കെ നടത്തിയിരിക്കുകയാണ്. എന്നാൽ ദൈവസഭയുള്ളിടത്തോളം കാലം കഷ്ടത അനുഭവിക്കുന്നവരെ കണ്ടാൽ അവരെ സഹായിപ്പാൻ സഭ മുന്നോട്ട് വരും. ഒരു ദൈവ പൈതൽ, ദൈവ സ്നേഹമറിഞ്ഞ പൈതൽ, ദൈവ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ട ഒരു ദൈവ പൈതൽ കഷ്ടത അനുഭവിക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ സ്തോത്രം, അവനെ സഹായിക്കാനായി മുമ്പോട്ട് വരിക തന്നെ ചെയ്യും. അതിനെ ഒരു ശക്തിക്ക് നിർത്തുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ അതിനുവേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, അതിനുവേണ്ടിയാണ് അവൻ നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം നമ്മിൽ പ്രവർത്തിച്ച ആ ദൈവ പ്രവൃത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മിലുള്ള ദൈവപ്രവൃത്തി ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് എന്നിലൂടെ പ്രവർത്തിക്കാനുള്ള ദൈവപ്രവൃത്തിക്കായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം, നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലം വചനം കേട്ടാൽ നിങ്ങളെ ദൈവം ആശീർവദിക്കട്ടെ. ദൈവവചനത്തിന് മുൻപാകെ നിങ്ങളെ സമർപ്പിക്കുക. ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ വിശ്വസ്തനാണ്, വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ വിശുദ്ധ പകൽക്കാലത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ആരാധന അങ്ങ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. പാടുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കേൾക്കുവാൻ അങ്ങ് ഞങ്ങൾക്കിടയാക്കി. കർത്താവേ, അനന്തരമായ നിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് നീ സംസാരിച്ചു. നീ ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി സ്തോത്രം. നിന്റെ പ്രവൃത്തി ഞങ്ങൾ ഓർക്കുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു ഞങ്ങളെ ജീവിപ്പിച്ച് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഞങ്ങളെ ഇരുത്തുവാൻ നിനക്ക് പ്രസാദമായല്ലോ കർത്താവേ. ഇന്ന് പകൽക്കാലം നിന്റെ ആ പ്രവൃത്തി ഇന്നും ഞങ്ങളിൽ അനുസ്യൂതം തുടരുന്നതിനായി സ്തോത്രം. നീ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് വചനത്തിലൂടെയോ മറ്റനുഭവങ്ങളിലൂടെയോ നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ നീ ആഗ്രഹിക്കുമ്പോൾ അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് പകൽക്കാലം നീ തുടരുവാനുള്ള പ്രവൃത്തി ഞങ്ങളിലൂടെ തുടരണമേ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് മനുഷ്യർ ഞങ്ങളെയല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനെ പുകഴ്ത്തുവാൻ അവരും അങ്ങനെ നിന്റെ മക്കളായി തീരുവാൻ കർത്താവേ ഇടയാക്കണമേ. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. വചനം കേട്ടവരുടെ മേൽ നിന്റെ ശക്തി വ്യാപരിക്കട്ടെ. വിടുതലും ആശ്വാസവും സൗഖ്യവും അവർ പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. വരും ദിവസങ്ങളിലും ഞങ്ങളെ കാത്ത് പരിപാലിച്ച് നിന്റെ പ്രവർത്തിക്കായി ഞങ്ങളെ ഒരുക്കിയാട്ട്. മഹത്വവും മാനം അങ്ങ് നെടുക്കണമേ. വരവിനു വേണ്ടി ഒരുക്കണമേ. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വരും ദിവസങ്ങളിലും കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് മറയപ്പെട്ടും ശരണപ്പെട്ടും ജീവിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.